ഇത് പ്രഭാത കാഹളം. യേശുവിനോട് കൂടെ ഒരു നിമിഷം. 119 സങ്കീർത്തനം 71 വാക്യം. നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കോണം ഞാൻ കഷ്ടതയിൽ ആയിരുന്നത് എനിക്ക് ഗുണമായി. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കഷ്ടതയിലായിരിക്കുന്നത് ദൈവസന്നിധിയിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ നമുക്ക് ഇടയാകും എന്നുള്ളതാണ്. അതായത് നാം പലപ്പോഴും മനുഷ്യൻ കഷ്ടത ഒഴിവാക്കി തരണമേ, കഷ്ടതയിൽ നിന്ന് ഒരിക്കലും അകപ്പെടാതെ വണ്ണം കാക്കണമേ എന്നൊക്കെയാണ് നാം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, വേദനയുണ്ട്. എന്നാൽ ഇതിനെല്ലാറ്റിലുപരിയായിട്ട് അതിൽ കൂടി ഒരു നീക്കുപോക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമക്കൾക്കുണ്ട്. കഷ്ടതയിലായിരിക്കുന്ന അനുഭവത്തിൽ നിശ്ചയമായിട്ട് നാം ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കും. അപ്പോൾ കഷ്ടതയിൽ നിന്നും പുറത്തു വരണമെന്നുള്ള അത്യാഗ്രഹത്തോടു കൂടി നാം അതിയായ ആ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു കവിയുമ്പോൾ ദൈവവചനം കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ചട്ടങ്ങളൊക്കെ പഠിക്കുവാനും നാം ശ്രമിക്കും. അങ്ങനെ ആ ചട്ടങ്ങൾ, പ്രമാണങ്ങൾ പഠിക്കുമ്പോൾ അതനുസരിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അങ്ങനെ നാം അത് അനുസരിക്കുമ്പോൾ നമ്മുടെ കഷ്ടത നമ്മെ വിട്ട് ഓടിപ്പോകും. അപ്പോഴെന്താ സംഭവിക്കുന്നത്? നാം ദൈവത്തിൻ്റെ സാന്നിധ്യം നാം ധാരാളമായി ചുറ്റപ്പെടും. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കഷ്ടതയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ ഇന്ന് രാവിലെ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തു വരുവാൻ തക്കോണം ദൈവവചനത്തോട് ചേർന്ന് നിൽപ്പാൻ, ദൈവത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങൾ പഠിപ്പിപ്പാൻ അവരെ സഹായിക്കണമേ. അങ്ങനെ ദൈവത്തിൻ്റെ മക്കളായി വിടുതൽ പ്രാപിപ്പാൻ അവരെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ്.